ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 3 ഓഫ് അവർ 21 ഡേയ്സ് ഫാറ്റ് ലോസ് ചലഞ്ച് ആണല്ലേ. മൂന്നാമത്തെ ദിവസം എത്തി. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ഒരു 80% ആൾക്കാരും ഫോളോ ചെയ്യുന്നത് കറക്റ്റ് മെത്തേഡാണ്. അതായത് ഡയറ്റ്, വർക്കൗട്ട്, സ്റ്റെപ്പ് കൗണ്ട്സ് ഒക്കെ നിങ്ങൾ പക്കയായിട്ട് പോകുന്നുണ്ട്. ഷുഗർ ആണെങ്കിലും കഴിക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള 20% ആൾക്കാരിലാണ്. അവരുടെ ഡയറ്റും സ്റ്റെപ്പ് കൗണ്ടും ഓക്കെയാണ്, പക്ഷേ വർക്കൗട്ടും ഷുഗറും അത്ര ഓക്കെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. കമൻറ്റ്സ് ചെയ്യുന്നതാണ്. വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. 1-2 ദിവസത്തിൽ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇപ്പം ഡേ 3 ആയതുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കര ആയാസപ്പെട്ടിട്ട് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് കൈ ഒന്ന് അനക്കുക, കാലൊന്ന് അനക്കുക, വാമപ്പ് എക്സസൈസസ് ഉണ്ട്, സ്ട്രെച്ചിങ് എക്സസൈസസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ചെറിയ രീതിയിൽ നമുക്ക് ഇന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, ചെയ്യാത്ത ആൾക്കാരോട് കേട്ടോ. പിന്നെ ഷുഗർ കഴിക്കാൻ കുറേ ആൾക്കാർക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. എനിക്ക് മനസ്സിലാവും നന്നായിട്ട്. നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്കൊരു സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സ് മാത്രം മതി നമുക്ക് ഷുഗറിനോട് ഒരു ആക്രാന്തം വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ പീരീഡ്സും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മുടെ തോന്നലാണ്. പീരീഡ്സ് വരുമ്പോഴും സ്ട്രെസ്സ് വരുമ്പോഴും ഓഫ് കോഴ്സ് നമുക്ക് ഷുഗർ ക്രേവിങ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആഡഡ് ഷുഗർ, അതായത് കേക്ക്, പേസ്ട്രി, പഞ്ചസാര അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. എന്തെങ്കിലും തരത്തിൽ നമ്മുടെ നാവിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതിയാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആപ്പിളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ആപ്പിൾ ഞാൻ റീപ്ലേസ് ചെയ്ത് കഴിക്കുമായിരുന്നു ഷുഗറിനെ മാറ്റിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കഴിക്കാം. പക്ഷേ ഡേറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഡേറ്റ്സിൽ തന്നെ അത്യാവശ്യം നല്ല കാലറി ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ ശ്രമിക്കരുത്. ഒരു 2 or 3 ഡേറ്റ്സ് ഒരു ദിവസം കഴിക്കാവുള്ളൂ. ആപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു 2 or 3 ഫുൾ ആപ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം മറക്കല്ലേ. 5 മിനിറ്റ്സ്, ജസ്റ്റ് 5 മിനിറ്റ്സ് ഇന്ന് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഭയങ്കര വലിയ വർക്കൗട്ട്സ് ഒന്നും ചെയ്യേണ്ട. സ്റ്റാർട്ട് വിത്ത് മൈൽഡ് എക്സസൈസസ് എലോങ് വിത്ത് സ്റ്റെപ്സ് കൂടാതെ മൈൽഡായിട്ടുള്ള എക്സസൈസും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ ചോദിച്ചൊരു കാര്യമായിരുന്നേ, ഫുൾ ഡേ ആണോ സ്റ്റെപ്പ് കൗണ്ട് എന്ന്? അതെയോ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഈ ഒരു 5000 സ്റ്റെപ്പ് കവർ ചെയ്യണമെന്ന്? ഫുൾ ഡേ ആണ് കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നിങ്ങൾ 5000 സ്റ്റെപ്പ് കവർ ചെയ്യാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫെയർ ഇനഫ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫുൾ ഡേ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളൊരു 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്ക് ഒരുപാട് പേരെ പേഴ്സണലി എനിക്ക് അത്രയും കമ്മിറ്റ്മെൻറ്റ് വരാൻ കാരണം ഞാൻ ചെയ്ത ആദ്യത്തെ ചലഞ്ചും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇടുന്ന എഫേർട്ടിൻ്റെ ഒരു എത്രയോ മടങ്ങാണെന്നറിയോ ആൾക്കാർ എഫേർട്ട് ഇട്ടിട്ട് തടി കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കുറച്ച് പേരെ ഞാൻ ഈ ചലഞ്ചിൽ കാണുന്നില്ല. എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ കുറച്ചൊരു വെയിറ്റാണ്. വൺസ് നിങ്ങൾ മുന്നോട്ട് വെച്ച കാല് ജസ്റ്റ് ഒന്ന് പുറകോട്ട് വെച്ചിട്ട് ട്രാക്കിൽ നിന്ന് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ തിരിച്ചു വരാൻ ഒത്തിരി ടൈം എടുക്കൂടാ. അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് തവണ വെയിറ്റ് ലോസിൽ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു 4-5 കിലോ കുറച്ച് വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോകുന്നതാണ്. ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരാൻ പറ്റില്ല. ഞാൻ അതിലേക്ക് അങ്ങ് പോകും. കാരണം അതാണ് നമ്മുടെ കംഫർട്ട് സോൺ. നമ്മൾ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആവുന്നത് ഈ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലാണ്. അപ്പം അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ 30 ഡേയ്സ് ചലഞ്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ഓക്കെ, അത്രയേ ഉള്ളൂ അത്. പിന്നെന്താ, പിന്നെ കുറച്ച് പേർക്ക് ഹോർമോണിൽ ഞാനിങ്ങനെ നോക്കുന്നതേ ഫോണിലേക്കാണ്. എനിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജസ് കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും എനിക്ക് റിപ്ലൈ തരാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ്, അതായത് PCOD, തൈറോയ്ഡ് പോലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അവർക്ക് ഈ പറയുന്ന ഒരു എനർജി ഇല്ലേ, ആ സാധനം മൈൻഡിൽ വന്നാലും ബോഡിയിൽ അത് വരില്ല. അത് ഭയങ്കര നോർമലാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല. ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ അങ്ങനെ കണ്ടേ. അപ്പം ആ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്,
എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. 100 mcg ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് പറയാൻ പറ്റില്ല എത്രമാത്രം ടയേർഡായിരുന്നു ഞാൻ എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ കഴിക്കുന്ന തൈറോയ്ഡ് മെഡിസിൻ 25 mcg ആണ്. ഓൺലി ബിക്കോസ് വെയിറ്റ് കുറച്ചും കൂടി ആക്റ്റീവായി. അതുകൊണ്ട് മാത്രമാണ് എനിക്കത് സാധിച്ചത്. സോ നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോഡിയും മൈൻഡും ചെയ്തോളൂ കേട്ടോ. ബട്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. തൈറോയ്ഡ് പോലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് എക്സ്ട്രാ എഫേർട്ട് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് നിങ്ങൾ വലിയൊരു കാര്യമായിട്ടൊന്നും കാണണ്ട. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. ഇതുപോലെ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള എല്ലാവർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഡോണ്ട് വറി. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കരുത്. കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ മാറ്റണം. ബിക്കോസ് കൺഫ്യൂഷൻ സ്റ്റേജ് നമുക്ക് വേണ്ട. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? നിങ്ങൾക്ക് പറ്റും. അപ്പം കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അതുപോലെ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അതായത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, പറയുകയും ചെയ്യരുത്. വേർഡ്സ് ആർ എനർജി. ഓക്കെ, നമ്മൾ പറയുന്നത് ഈ പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, അറം പറ്റി പോവും അങ്ങനെയൊക്കെ പറയാറില്ലേ? കുറേയൊക്കെ സത്യമാണ് കേട്ടോ. അതായത് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്ന എനർജിയാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ പറയണത്? പോസിറ്റീവായിട്ടിരിക്കൂ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയൂ. ഇഫ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. സോ ഓൾവേസ് സ്റ്റേ പോസിറ്റീവ്. നിങ്ങൾക്ക് പറ്റും. വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ആക്ഷൻസ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്കാണ് കേട്ടോ ആൽക്കമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പറയുന്ന ആ വേർഡ്സ് ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താലുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഉറപ്പാണ്. ഇറ്റ്സ് ട്രൂ. നിങ്ങൾ തീവ്രമായിട്ട് ഇതിനു വേണ്ടി ആഗ്രഹിക്കുക, ഇതിനു വേണ്ടി പ്രയത്നിക്കുക. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. വെയിറ്റൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മൈൻഡ് കൊണ്ട് നടക്കില്ല, പക്ഷേ ബുദ്ധി കൊണ്ട് നടക്കും. സോ ബുദ്ധി ഉപയോഗിച്ച് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ എന്തായാലും നിങ്ങൾ കമൻസിൽ ചോദിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മുൻകൂറായിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ നടന്നു തുടങ്ങി. എന്നാലും പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേദന കുറച്ച് കൂടിയിട്ടുണ്ട് ഇന്നത്തേക്ക്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഈ സൈഡ് പല്ലിന് കുറച്ച് വേദന ഉണ്ട് കേട്ടോ. അപ്പം നീർക്കെട്ടുണ്ട് പല്ലിന്. അതും കൊണ്ടും കൂടി ആയിരിക്കും അത്ര എനർജി ഇല്ല, എനിക്ക് ലോ എനർജിയാണ്. പക്ഷെ കുഴപ്പമില്ല, 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ബെറ്റർ ആവും. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡെയിലി ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ കൂടാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു ദിവസം ഞാൻ വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കണം കേട്ടോ. നല്ലതായിരിക്കട്ടെ. ബൈ.